ബാലേന്ദ്രൻ ഇത്രയും നേരം ഹോസ്പിറ്റലായിരുന്നോ? ആണെങ്കിൽ ഇത്രയും ലേറ്റ് ആയതുകൊണ്ട് ചോദിച്ചതാ. പതിരാത്രി കഴിഞ്ഞോ സമയം? അത്രേ ലേറ്റുള്ളൂ. ഹോസ്പിറ്റലിൽ ഇത്രയും നേരം ഇരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇരുന്നാലെന്താ കുഴപ്പം? ബാലേന്ദ്രൻ എന്താ എന്നോട് എന്തോ ശത്രുതയുള്ള പോലെ സംസാരിക്കുന്നത്? നിന്റെ ചോദ്യം കേൾക്കുമ്പോൾ ഞാൻ ഇറിറ്റേറ്റ് ആവുക. അതെന്തെങ്കിലും രോഗമായിരിക്കും. ഡോക്ടറെ കണ്ടേ ട്രീറ്റ്മെന്റ് എടുക്കണം. ഞാൻ ഡോക്ടറെ കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നിന്നെ ഇവിടെ വിളിച്ചോണ്ട് ചെല്ലണമെന്ന്. അതിനാ ഞാൻ വരുന്നത്. ഇറിറ്റേഷൻ എങ്ങനെ ഉണ്ടാവുന്നതെന്ന് ഡോക്ടർ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വൈഫിന്റെ സംസാരം കേട്ടതാണ്. അപ്പോൾ ഡോക്ടർക്ക് വന്ന് കേൾക്കണം. ഹോസ്പിറ്റലിൽ അലീനെ എടുത്തു പോയിരുന്നപ്പം ഇറിറ്റേഷൻ ഒന്നും ഇല്ലേ? ഞാൻ എന്റെ മോളുടെ അടുത്തായിരുന്നത്. പക്ഷെ നിന്റെ കണ്ണ് അലീനെ മാത്രമേ കാണുന്നുള്ളൂ. ആർക്കാ കാഴ്ച ഇല്ലാത്തത്? ആർക്കാണ് രോഗം? മകളൊരെണ്ണം ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അതിന്റെ അടുത്ത് പോയി കുറച്ചേരം ഇരിക്കായിരുന്നല്ലോ. വിളിച്ചോണ്ട് വാ, നമുക്ക് അവളുടെ ഇടത്ത് വലത്തു ഇരിക്കാം. സമയം പോയില്ലേ? അവൾ ഉറങ്ങി. എന്നാ പിന്നെ നാളെ ആവട്ടെ. നാളെ സൂര്യൻ ഉദിക്കുമല്ലോ. ബാലേന്ദ്രനോട് എന്നാ പറഞ്ഞാലും അപ്പൊ തന്നെ എതിർവാക്ക് പറയും. അതാ ബാലേന്ദ്രന്റെ രീതി. എടി ചോദ്യം നല്ലതാണെങ്കിൽ ഉത്തരവ് നന്നായിരിക്കും. എന്നാലേ ഞാൻ ബാലേന്ദ്രനെ ഒരു ടെൻഷൻ ഉണ്ടാക്കാത്ത ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ? ഹോസ്പിറ്റലിൽ ഇപ്പൊ എല്ലാം കൂടി എത്ര രൂപയായി? 1 ലക്ഷത്തിന് വീതേ പോയി. 1 ലക്ഷം രൂപയോ? എന്ത് കാണിച്ചിട്ട്? ഒരു മേജർ ഓപ്പറേഷൻ നടന്നു. ഒരു ജീവൻ രക്ഷപ്പെടുത്തി. പിന്നെ മരുന്നുകൾ, ഹോസ്പിറ്റൽ മറ്റു ചെലവുകൾ. എന്നാലും 1 ലക്ഷം രൂപ തീർന്നില്ല. ഇനിയും ബില്ല് വരാനുണ്ട്. ഒരു 25,000 കൂടെ പ്രതീക്ഷിക്കാം. 1.25 ലക്ഷം രൂപ ഒരു വീട്ടുവേലക്കാരി ഒപ്പിച്ചു വെച്ച പണി. അവൾ എത്ര മാസം ജോലി ചെയ്യണം ആ കടമൊന്ന് തീരണമെങ്കിൽ? ഒരു തൊഴിലാളിക്ക് തൊഴിലിടത്തിൽ വെച്ച് പരിക്കേറ്റാലേ തൊഴിലുടമയാണ് ചികിത്സാ ചെലവുകൾ വഹിക്കേണ്ടത്. എന്നുവെച്ചാ അവളുടെ ശമ്പളത്തിൽ അത് പിടിക്കണ്ടെന്നോ? മനുഷ്യരല്ലേ വിജയ്, ആർക്ക് സംഭവിക്കാൻ അപകടം? ആരുടെ കയ്യിൽ നിന്ന് വരും അബദ്ധമൊക്കെ? ഇതിപ്പോ അവളെ പറഞ്ഞാലും നമ്മുടെ നഷ്ടം തീരത്തില്ല, ഇവിടെ നിർത്തിയാലും തീരത്തില്ല. ഒന്നും മേലാത്ത അവസ്ഥയല്ലോ. നിന്റെ തലേന്ന് അവളെ ഇറക്കി ഒന്ന് താഴെ നിർത്താവോ? അവൾ ഇതിലെ നടന്നോളൂ. ഞാനാണ് അവളെ എടുത്ത് തല വെച്ചേക്കുന്നത്. നീ തന്നെയാ. ഈ വീട്ടിൽ അവൾ എന്ന് വന്നോ അന്ന് മുതൽ നീ അവളെ തലേ കയറ്റി വെച്ചിരിക്കുക. അതിനെ ഇറക്കിവിട്. നിന്റെ തലയെ ഒന്ന് ഫ്രീ ആക്കണം. ചേച്ചി, ഞാൻ ഡ്രസ്സേ ചേച്ചിയുടെ ബാഗിൽ വെക്കുവാണേ. വീട്ടിൽ കൊണ്ടുപോണ്ടേ? ഞാൻ വൈകിട്ട് ഇങ്ങോട്ട് വരും. ഇവിടെ അടുത്ത സ്കൂള്, നടന്നു പോണ ദൂരമുള്ളൂ. നിനക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടോ? ചേച്ചിയോട് സംസാരിച്ചോണ്ടിരിക്കാൻ വേണ്ടിയാ. ഹോസ്പിറ്റൽ ആർക്കാ ഇഷ്ടം? നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലല്ലോ. ഒന്നും കഴിക്കാതെ എങ്ങനെയാ സ്കൂളിൽ പോണേ? മനുവേട്ടൻ വരുമല്ലോ, അല്ലെങ്കിൽ അച്ഛൻ വരും. അപ്പൊ ഞാൻ ഇവിടുത്തെ ക്യാൻറ്റീൻ കഴിച്ചോളാം. ഞാൻ കാരണം വലിയ ബുദ്ധിമുട്ടായില്ലേ? ബുദ്ധിമുട്ടായി കഴിച്ച് ബുദ്ധി ഉണ്ടാട്ടെ. മനുവേട്ടൻ ഹായ്. ഗുഡ് മോർണിംഗ് മനുഷ്യങ്കർ IPS. എന്തോടി IPS? ഇൻഫോ പാർക്ക് സർവീസ്. തമാശ. നിന്റെ തലമുറയെ പിടിക്കണ്ട. എങ്ങനെ സഹിച്ചോളൂ ഇന്നലെ രാത്രി മൊത്തം? ഞങ്ങൾ തമ്മിൽ നല്ല കൂട്ടാ. ഇവളുടെ ചേച്ചിയല്ലേ ഞാൻ. അതെന്നായി ഒരാണെങ്കിലും ഉണ്ടല്ലോ സപ്പോർട്ടിന്. മനുവേട്ടൻ ഇന്നലെ നന്നായിട്ട് ഇറങ്ങിയോ? കഴിഞ്ഞ രാത്രി മുഴുവൻ ഉറക്കം വിളിച്ചിട്ട് പോയതല്ലേ? ഒരേതോ ഇറങ്ങി. എന്നാ ഗുഡ് മോർണിംഗ്. ഇത് പറയാൻ വേണ്ടിയായിരുന്നോ? മനുവേട്ടാ, ഞാൻ സ്കൂളിൽ പോട്ടെ. എന്നെ ക്യാൻറ്റീനിൽ കൊണ്ടുപോയി എന്തെങ്കിലും വാങ്ങി തരുമോ? പറയണ്ടേ? വാ. ഉച്ചയ്ക്ക് നീ എന്ത് ചെയ്യും മോളെ? ഇങ്ങോട്ട് വന്നാൽ മതി. അടുത്തല്ലേ സ്കൂള്. ഞാൻ വാങ്ങിച്ചാലോ? പോയിട്ട് വരാവേ. വാ. ഡോക്ടറാണേ, അകത്തേക്ക് വരുവാ. ഇപ്പൊ എങ്ങനെ തോന്നുന്നു? വയറിന്റെ ഭാഗത്ത് നല്ല പെയിൻ ഉണ്ടോ? ചിലപ്പോ ഒരു വേദന വരും. കോൺഫിഡൻസ് ലെവൽ എങ്ങനെയുണ്ട്? സാധാരണ ഡോക്ടേഴ്സ് ചോദിക്കാറില്ല, പക്ഷേ നമ്മുടെ മനസ്സിന്റെ ബലമാണ് ശരീരത്തിന്റെ ബലം. എനിക്കൊരു ടെൻഷനും ഇല്ല ഡോക്ടർ. ഹാപ്പിയാ. ഗുഡ് ഗേൾ. എല്ലാരും നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട്. ഭയപ്പെടാത്തൊക്കെ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. കിടക്കുന്നത് എഴുന്നേൽക്കുന്നതൊന്നും സ്ട്രെയിറ്റ് ആയിട്ട് ആവരുത്. വയറിന്റെ മസിൽസിന് ഒട്ടും സ്ട്രെയിൻ കൊടുക്കാൻ പാടില്ല. ഒരു വശത്തേക്ക് ചരിഞ്ഞു കിടന്നിട്ട് മാത്രമേ എഴുന്നേക്കാൻ പാടുള്ളൂ. പതിയെ ഒന്ന് എഴുന്നേറ്റ് നോക്ക്. ഒരു വശത്തേക്ക് ചരിഞ്ഞ്. വയറിന് പുറമേയും അകത്തും സ്റ്റിച്ച് ഉണ്ടെന്ന് ഓർമ്മയോടെ വേണം എഴുന്നേക്കാൻ. വേദനയുണ്ടോ? ചെറുതായിട്ട്. പതിയെ എഴുന്നേൽക്ക്. പതിയെ മെല്ലെ നടക്ക. എവിടെയെങ്കിലും മുറുക്കിപ്പിടുത്തമോ പെയിനോ ഫീൽ ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പൊ 2 ദിവസത്തിനുള്ളിൽ വീട്ടിൽ പോവാം. ഈ വേഷമൊക്കെ മാറ്റിയിട്ട് സാധാരണ ഡ്രസ് ഇടാം കേട്ടോ. ഒരുപാട് നടക്കണ്ട, റെസ്റ്റ് എടുത്തോ. പൾസും സാച്ചുറേഷൻ നോക്ക്.
BP 130/70, saturation 96. എല്ലാം നോർമലാ കേട്ടോ. കിടന്നു. ഹലോ ഹലോ മുത്തശ്ശി, അലീനയാ. മോളെ, മുത്തശ്ശിക്ക് സുഖാണോ? എന്റെ കുഞ്ഞെ, നിന്റെ സ്വരം ഒന്ന് കേട്ടാ മതി. ഓ, ഞാൻ എന്തുമാത്രം വിഷമിച്ചു നിന്നെ ഓർത്ത്. ഞാൻ എന്തോരം പേടിച്ചെന്നറിയാവോ? എനിക്കറിയാന്നേ. അതല്ലേ ഞാൻ മനുവേട്ടന്റെ ഫോൺ കടമേടിച്ച് മുത്തശ്ശിയെ വിളിച്ചത്. മനുവിന്റെ ഫോണിൽ നിന്നാണ് വിളിക്കുന്നത്. ആ ആണെന്നേ, മനുവേട്ടൻ ഇവിടെ ഉണ്ട്. അവനുണ്ടോ നിന്റെ അടുത്ത്? ഓ, എനിക്ക് സമാധാനമായി. എന്നാലും നിനക്ക് എന്നാ പറ്റിയതാ മോളെ? അവിടെ ആരും മുത്തശ്ശിയോട് പറഞ്ഞില്ലേ? ഓ, ഇവിടെ ആരാണ്ട് പറഞ്ഞാ കേട്ടു, നീ കത്രികയും പിടിച്ചോണ്ട് കസേരന്ന് വീണെന്ന്. ആ, നിനക്ക് അങ്ങനത്തെ അബദ്ധമൊന്നും പറ്റത്തില്ലെന്നെങ്കിൽ എനിക്കറിയാമല്ലോ. വേറെ ഏതാണ്ടോ സംഭവിച്ചത്. എനിക്കറിയാവിടെ. ഞാൻ വീണുന്നുള്ളത് സത്യം മുത്തശ്ശി. നീ വീണതായിരിക്കും, പക്ഷേ അതെ മോളെ, നീ ഇതിപ്പോ പറയണമെന്നില്ല. ആശുപത്രിയിൽ നിന്ന് വരുമ്പോ നീ അത് പറഞ്ഞാൽ മതി. മുത്തശ്ശി പേടിക്കണ്ട കേട്ടോ, ഞാൻ നാളെ ഇങ്ങ് വരും. ഡോക്ടർ പറഞ്ഞു നാളെ വിട്ടേക്കാന്ന്. ഞാൻ വന്നിട്ട് മുത്തശ്ശിയുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളാട്ടോ. എന്നെ നോക്കിയില്ലേലും വേണ്ടില്ല, നിനക്ക് സുഖപ്പെട്ട് കണ്ടാ മതി. എനിക്കിപ്പോ ഒരു കുഴപ്പമില്ലെന്നേ. ഞാൻ മനുവേട്ടന് കൊടുക്കാം. മനുവേട്ടൻ പറഞ്ഞാൽ മുത്തശ്ശിക്ക് വിശ്വാസം വരുമല്ലോ. സൗദാമിനിയമ്മേ, ഞാനൊരു പെങ്കൊച്ചിനെ ഏൽപ്പിച്ചിരുന്നേ. അതിനെ നോക്കിക്കോളാന്ന് പ്രത്യേകം പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നല്ലേ? ആണോ അല്ലയോ? അതേടാ മോനെ, ശരിയാ, നീ പറഞ്ഞതാ. എന്നിട്ടിപ്പോ അതിനെ കുത്തിക്കൊല്ലാതാക്കി ഹോസ്പിറ്റലിൽ കയറ്റി. ആ ഡോക്ടർ ശർമ്മയെ മൂപ്പന്റെ പട്ടിക്കുട്ടിയില്ലായിരുന്നെങ്കിൽ എന്തായനെ? മോനെ, എന്റെ മുഴുവനെ നീ അതൊന്നും വരെ ഓർമ്മിപ്പിക്കല്ലേ. അവിടെ സാരില്ല, എന്നാലും രക്ഷപ്പെട്ടല്ലോ. നാളെ മറ്റന്നാൾ അലീന അങ്ങോട്ട് വരും. വൈജയനോട് പറഞ്ഞേക്കണം, വാളും പരിചയം തോക്കും പയനറ്റൊക്കെ ആയിട്ടെ അംഗത്തിലിറങ്ങി നിന്നോളെ. അവള് ഇനി അങ്ങനൊന്നും ചെയ്യത്തില്ലായിരിക്കും. എന്നാ ശരി മുത്തശ്ശി, വെച്ചോട്ടെ. ശരി മോനെ. ശരി. ഇനി എല്ലാം വിളിക്കാണ്ട് വിളിച്ചോ. ഇനി ആരെ വിളിക്കാനാ? വിളിക്കാനുണ്ടെ വിളിച്ചോ. രേവതിക്കുട്ടിയോട് പറഞ്ഞായിരുന്നോ? ഇല്ല, അവള് പേടിക്കും, അതുകൊണ്ടാ. പേടിക്കാനുള്ള സമയം കഴിഞ്ഞല്ലോ, ഇനി ധൈര്യമായിട്ട് പറയാം. എന്നാ വിളിച്ചേക്കാം, ഇല്ലെങ്കിൽ അവള് പിണങ്ങും. വലിയ സംഭവം എന്ന് പറഞ്ഞ് പേടിപ്പിക്കൊന്നും വേണ്ട, ജസ്റ്റ് ഇൻഫോം ചെയ്യാ, അത്ര മതി. ഇല്ലെങ്കിൽ ടെൻഷൻ ആയെങ്കിലോ. ശരിയാ. വിളിച്ചിരണോ? നമ്പറുണ്ടോ കയ്യില്? ഇല്ലേ അടുത്ത് തരാം, സേവ് ചെയ്തിട്ടുണ്ട്. ഞാൻ മെമ്മറിയിലാ സേവ് ചെയ്തിരിക്കുന്നത്. കീപാഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ഡെയിലി മതി. നിങ്ങളൊന്ന് സംസാരിച്ചിരിക്കേ, ഞാൻ വേല എനിക്ക് ചായ മേടിച്ചിട്ട് വരാം. എനിക്ക് വേണമെന്നില്ല മനുവേട്ടാ. എനിക്ക് വേണം. ഓ, എന്താ പെണ്ണിന്റെ ഒരു സന്തോഷം. ഓ, എന്നോട് മിണ്ടണ്ട. അന്ന് എന്നെ പറ്റിച്ചില്ലേ? 10 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എത്ര ദിവസമായി? ഇങ്ങനെ ആരെയും പറ്റിക്കല്ലേ ചേച്ചി, കഷ്ടമുണ്ട് കേട്ടോ. ഞാൻ പിണങ്ങിയിരിക്കോ? പിണക്കം മാറാൻ ഞാൻ എന്താ ചെയ്യണ്ടേ? വേണ്ട, ഒന്നും ചെയ്യണ്ട. അത് കഴിഞ്ഞിട്ടും ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു. ഫോൺ എടുത്ത് നോക്ക്. ഫോൺ എന്റെ കയ്യിലില്ല മോളെ. ചേച്ചിയുടെ ഫോൺ എവിടെ പോയി? കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോഴേക്ക് സ്വിച്ച് ഓഫ് ആയിരുന്നല്ലോ. മോളെ, ഞാനിപ്പോ പാലായിലൊരു ഹോസ്പിറ്റലിലാ. അയ്യോ, എന്നാ പറ്റിച്ചേ? നീ ഫോൺ ചെയ്തില്ലേ, അതിനുശേഷം ഇവിടെ ചില സംഭവങ്ങളൊക്കെ ഉണ്ടായി. എനിക്ക് തോന്നി, ഞാനൊന്ന് ഭയങ്കരമായിട്ട് പേടിച്ചായിരുന്നു. ദൂരെ ഞാൻ ചേച്ചിയുടെ ഫോണിലോട്ട് വിളിച്ചോണ്ടിരിക്കുവായിരുന്നു. ഫോൺ എടുക്കുന്നേ ഇല്ല. എന്തോ കുഴപ്പമുണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോ മാമച്ചനങ്ങൾ എന്നെ കളിയാക്കി. ഫോൺ എടുത്തില്ലെന്ന് പറഞ്ഞ് എന്തെങ്കിലും കുഴപ്പമുണ്ടോന്നാണോ അതിനർത്ഥം എന്നൊക്കെ ചോദിച്ചു. എന്താ ചേച്ചി അവിടെ ഉണ്ടായത്? പറ. ചേച്ചി പറയേ. അവിടെ നിന്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ചേച്ചി ധൈര്യമായിട്ട് പറഞ്ഞു. ഞാൻ പറയുന്നത് നീ ക്ഷമയോടെ കേൾക്കണം. ഒന്നും ഇങ്ങോട്ട് പറയണ്ട, ഞാൻ പറഞ്ഞു തീരുന്നത് വരെ. ശരി ചേച്ചി പറ. നീ ഒന്ന് വിളിച്ചപ്പോ ഞാൻ പറഞ്ഞായിരുന്നല്ലോ രോഹിത് വന്നിട്ടുണ്ടെന്ന്. അവൻ മാത്രമല്ല വന്നത്, ഹരിശങ്കർ ഉണ്ടായിരുന്നു. ഞാൻ കാണാതെ ഹരിശങ്കറിനെ മുറി കയറ്റി ഒളിപ്പിച്ചിരുത്തി. എന്നിട്ട് എന്റെ സ്വന്തം ചോരയല്ലേ മോളെ, അതുകൊണ്ട് മാത്രം ഞാൻ ക്ഷമിച്ചതാ. പോലീസ് എന്നോട് തിരിച്ചു മറിച്ചും ചോദിച്ചു. ഞാനൊന്നും വിട്ടു പറഞ്ഞില്ല. ഞാനെല്ലാം തുറന്നു പറഞ്ഞ
അവരുടെ ജീവിതം തകർന്നു പോകും. എന്റെ കൂടപ്പിറപ്പല്ലേ മോളെ. ശ്ശോ, എന്റെ ദൈവമേ, ചേച്ചി എന്തൊക്കെ സഹിച്ചു അവിടെ നിന്നോണ്ട് എനിക്ക് ഓർത്തിട്ട് പേടിയാവുന്നു. മതി, അവിടുത്തെ ജോലി നിർത്തിയേക്ക്. ചേച്ചി ഇങ്ങോട്ട് പോരും കേട്ടോ. അല്ലെങ്കിലും ഇനി എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്റെ അമ്മ, എന്റെ അച്ഛൻ, എന്റെ കൂടപ്പിറപ്പുകൾ, അങ്ങനെയെല്ലാം വിചാരിച്ചുകൊണ്ട് ആ വീട്ടിൽ കയറി ചെന്നവളല്ലേ ഞാൻ. നിങ്ങളിപ്പോ ഞാൻ ഒരു ഞാൻ ഇത്ര നേരം റൂമിലുണ്ടായിരുന്നല്ലോ. അത് എനിക്ക് ചായ മേടിക്കാൻ ഇറങ്ങിയതാ. ആ ഞാൻ അങ്ങോട്ട് കയറി വന്നപ്പോഴേ ഓർത്ത് കാറിൽ വെച്ചെന്തോ മറന്നുപോയി. എന്താന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തിട്ട് വരാം. അത് മെമ്മറിയിലോട്ട് അങ്ങോട്ട് കിട്ടുന്നില്ല. ആ പോട്ടെ, പിന്നെ ഓർത്ത് വരുമ്പോൾ നോക്കാം. നിങ്ങളെ അലീനയ്ക്ക് നടക്കാം. ആണോ? അത് ശരി. റൂമിൽ നടന്നോളാം ഡോക്ടർ പറഞ്ഞു. പിന്നെ നടന്നു നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല. ആണോ? അത് കൊള്ളാലോ. പിന്നെ വേറെന്തുണ്ട്? അങ്ങളെന്താ ആബ്സെന്റ് മൈൻഡ് പോലെ? ടെൻഷൻ ഉണ്ടോ? ടെൻഷനോ? ആർക്ക്? നിനക്കെന്തിനാ ടെൻഷൻ? നീ ചെറുപ്പല്ലേ? അല്ല, ഞാൻ അങ്കിളിന്റെ കാര്യം പറഞ്ഞേ. എനിക്കതല്ലേ ഉള്ളൂ. എത്ര വലിയ മഹാൻ വന്നാലും രോഗക്കിടക്കിന് എഴുന്നേക്കേണ്ട ആവശ്യമില്ല. രേവതിക്കുട്ടി വിളിച്ചിട്ട് കിട്ടിയായിരുന്നോ? കിട്ടി. ഹോസ്പിറ്റലാണെന്ന് നമ്മൾ പറഞ്ഞില്ലേ? പറഞ്ഞു. അവൾക്ക് പിണക്കം. നേരത്തെ പറയാതിരുന്നതിന്. വരും അങ്ങോട്ട്. ഇന്ന് വരാൻ സാധ്യത കുറവാ. മാമച്ചനങ്ങൾ കുന്നംകുളത്ത് പോയിരിക്കാം. തിരിച്ചു വരാൻ വൈകും. മിക്കവാറും നാളെ വരും. മനു, എന്താ നിന്റെ പ്രോഗ്രാം? ഞാനിവിടെ നിൽക്കണ്ടല്ലോ. വൈകുന്നേരം കൃഷ്ണൻ ഇങ്ങോട്ട് തന്നെ വരുന്നു പറഞ്ഞ ക്ലാസ്സിൽ പോയത്. രാത്രി ഏതായാലും അവളുണ്ടല്ലോ എനിക്ക് കൂട്ടിന്. ഞാൻ അടുത്തേക്ക് പോകും. ഇന്ന് തന്നെ? ഓ, ഞാൻ ഇപ്പൊ തന്നെ പോകാങ്ങളെ. റെഡി ആയിട്ട് വന്നേക്കുന്നത്. നീ ചെയ്ത സഹായം മറക്കാൻ പറ്റില്ല മനു. ആ എമർജൻസി ടൈമിൽ നീ ഓടി വന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നോക്കി. അതുകൊണ്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ട് അറിയേണ്ടി വന്നില്ല. നീ ഇല്ലെങ്കിൽ ഞാൻ വിഷമിച്ചു പോയത്. നമ്മൾ തമ്മിൽ എന്തിനാ അങ്ങോട്ടും കൂടെ ഒരു ഭംഗിവാക്കൊക്കെ? എന്റെ ഒരു തൃപ്തിക്ക് വേണ്ടിയാ. നീ വന്നതുകൊണ്ട് അലീനയ്ക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായി. ആരെങ്കിലും ഒന്ന് കൈനീട്ടാനുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ധൈര്യം എത്രയാണെന്ന് എനിക്കറിയാം. ഞാനത് അനുഭവിച്ചിട്ടുള്ളവനാ. ഞാൻ പോയിട്ട് വരാം. കഴിഞ്ഞ ഒന്ന് ഓർത്ത് മനസ്സ് വിഷമിപ്പിക്കണം. നീ ജീവനോടെ ഇരിക്കുന്നു. ആരോഗ്യം വീണ്ടെടുക്കുക. മുന്നോട്ട് പോവുക. അത് ഞാൻ നന്ദി, കൃതജ്ഞത, കടപ്പാട് ഒന്നും വേണ്ട. ഞാനിവിടെ ഹാപ്പി ആയിരുന്നു. വേറെ എവിടെ ആയിരിക്കുന്നേക്കാളും. പോട്ടെ. മോളെ, ഒരു വലിയ പരീക്ഷണം കഴിഞ്ഞു. ഇനി അടുത്തത് വരാനിരിക്കുന്നു. ഞാൻ ആ വീട് നോക്കിക്കൊണ്ടിരുന്നോളല്ലേ. സാറിന് അറിയാലോ. നിന്റെ വീട് പോലെ അല്ലേ? അതിന്റെ അർത്ഥം അവൾക്ക് മനസ്സിലായിട്ടില്ല. കാണുന്നവർക്ക് സംശയം തോന്നും, ബാലേന്ദ്രന്റെ ആദ്യ ഭാര്യയിലുള്ള മോളാണോ അലീനയെന്ന്. എന്റെ എല്ലാം എനിക്ക് നല്ല തീർച്ചയുണ്ട്. കൈതക്കൽ മാളിക വീട്ടിലെ കുഞ്ഞിരാമമേനോന് 3 ആൺമക്കൾ ഒരു മോളും ഉള്ളത്. അതിലാരുടെ ആവായിരുന്നാ മതി.